രാധാകൃഷ്ണനാണ് വൈറ്റിലിരുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കേരളത്തിൻ്റെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണ് എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. പക്ഷേ ആരോഗ്യമേഖല അങ്ങനെ വെന്റിലേറ്ററിലൊന്നുമല്ല. ആരോഗ്യമേഖല കേരളത്തിൻ്റെ മെച്ചപ്പെട്ട ആരോഗ്യമേഖല തന്നെയാണ്. പക്ഷേ അവിടെ നിരന്തരം വീഴ്ചകൾ ഉണ്ടാവുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇത് നിരന്തരം വീഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കണേ. കാരണം നമുക്കറിയാം, ഒരു ചികിത്സക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താവും, എങ്ങനെ പുറത്തു വരുമെന്ന് ആർക്കും പറയാൻ പറ്റൂല. കാരണം ചികിത്സിച്ച് രോഗം മാറുമെന്നും വേണ്ട പോണത്, പക്ഷെ തിരിച്ചു തന്നെ രോഗിയായിട്ടാണ്. ഇപ്പൊ തന്നെ ആ കൊച്ചിന്റെ കൈ ചികിത്സിച്ച് കൈ മുറിച്ചു കളയേണ്ട വന്ന്. പക്ഷെ ഈ സിസ്റ്റം തകരാറാണ്. സിസ്റ്റം തകരാറായിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യത്തിന്റെ സിസ്റ്റം തകരാറായത് കൊണ്ടാണ് സ്വകാര്യ ആശുപത്രികൾ കൊള്ള നടത്തുന്നത്, കൊയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മുഖ്യമന്ത്രിയും അറിയാവുന്നത് കൊണ്ടാണ് ചികിത്സക്ക് അമേരിക്കയിലേക്ക് പോകുന്നത്. ഇതിപ്പോ എന്ന് പറയുന്നത്, ഈ ആരോഗ്യ മന്ത്രി എന്ത് പറഞ്ഞാലും അവരപ്പം തന്നെ അതിന് പ്രതികരിക്കും, വരും. പക്ഷെ ഒന്നും നടപ്പാകയില്ല, നടത്തേയില്ല. കാരണം ഈ ഇപ്പൊ ഡോക്ടർമാർ അവിടെ ചോദിക്കണമെന്ന് വെച്ചാല് ഒരു സർജറിക്ക് ഇത്ര രൂപയെന്ന് പറഞ്ഞാൽ മേടിക്കണം. മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ രോഗിയുടെ അടുത്ത് പറയും, രോഗിയുടെ കൂടെയുള്ളവരോട് അടുത്ത് പറയും ഇത്ര രൂപ ഇതിന് തന്നോന്ന് പറയും. അങ്ങനെ വരെ മേടിക്കണേ. പക്ഷെ ഇതൊന്നും ആർക്കും ചെക്ക് ചെയ്യാനോ ഇത് ചെയ്യാനോ ഇല്ല. ഈ ജനങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യമന്ത്രി ചോര കുടിക്കണേ, അട്ട പോലെ ചോര കുടിക്കുന്നതാണ്. വേറെ ഒന്നുമല്ല ആരോഗ്യമന്ത്രി ചെയ്യണം. എന്നിട്ട് ഇവിടെ പ്രസ്താവനകൾ വേറെ ഇതിനുണ്ട്. അവർക്ക് കഴിവില്ലെങ്കിൽ അവർ പോകണമെന്ന്. അവർ വന്നതിന് ശേഷം എന്തോരം മരണങ്ങളും എന്തോരം ആ ഒരു വോയിസ് മെസ്സേജ് തന്നെ വന്നില്ലേ കൂട്ടുകാരന് മൊബൈലില്. കാരണം ഇവിടെ കിടന്ന് ഞാൻ മരിക്കുന്നു, അയാൾ മുൻകൂട്ടി തന്നെ പറഞ്ഞില്ലേ. എന്നിട്ടും ഒരു നടപടി എടുക്കാൻ പറ്റാത്ത ചാനലിലൊക്കെ വന്നിരുന്ന് ആരോഗ്യമന്ത്രി എന്താ പറയണ? ശരിക്കും അവര് സത്യത്തിൽ ജനങ്ങളുടെ അട്ട പോലെ ചോര കുടിച്ചുകൊണ്ടിരിക്കണ ഇവര് രാജിവെച്ച് പുറത്തു പോകണമെന്നാ പറയണ. ഇവരിനി ആരെങ്കിലും ചെയ്യോ? ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഇതിനകത്തോട് ഡെയിലി നാളെ എന്ത് വാർത്തയെന്ന് ആര് കണ്ട് വന്നത്? നാളെ വരാൻ പോണതും ഇത് തന്നെയാണ്, ഈ ആരോപണത്തിനെതിരെയാണ്. കാരണം അതിനകത്ത് ഡ്രഗ്സ് വരെ ഉപയോഗിക്കുന്ന ഡോക്ടർമാരാണ്. ഇതൊക്കെ നടപടി എടുക്കണ്ടേ? ഇവർ ചെക്ക് ചെയ്യണ്ടേ?